ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വെൽക്കം. ഇന്നിപ്പോൾ നമ്മൾ ടൊറോണ്ടോയ്ക്ക് പോവുകയാണ്. ഞാനിപ്പം താമസിക്കുന്നിടത്ത് നിന്ന് ഒരു ഫ്യൂ അവേഴ്സ് ഡ്രൈവ് ഉണ്ട് ടൊറോണ്ടോയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അതിലും പറ്റും നമുക്കൊരു ഫ്ലൈ ചെയ്താൽ പെട്ടെന്ന് ചെല്ലാം. അപ്പോൾ ഞാനിത് ടൊറോണ്ടോ ഡൗൺ ടൗൺ ആണ്. സീൻ ടവറൊക്കെ കണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ ഡൗൺ ടൗണിൽ ഞാൻ ചെന്ന് ഹോട്ടലിലൊക്കെ ചെന്ന് നമ്മുടെ ബാഗൊക്കെ വെച്ചിട്ട് പതുക്കെ നടന്ന് റെസ്റ്റോറൻറ്റിൽ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഞാനിപ്പം ടൊറോണ്ടോയിൽ വന്നാലും ഡൗൺ ടൗണിൽ വന്നാൽ പോകുന്നൊരു പ്ലേസാണിത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പതിവ് പോലെ നമ്മുടെ ലാറ്റയും ഒരു ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ചൊക്കെ ഓർഡർ ചെയ്ത് ക്രുസോണിൽ. എനിക്ക് ഇഷ്ടമാണ് ഈ ക്രുസോണും ഈ എഗ്ഗും ഒക്കെ കൂട്ടിയൊരു ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനിവിടെ കൂടെ കുറച്ച് നേരമൊക്കെ നടന്നു. ഇതിവിടെ ഒരു നല്ല പാർക്കുണ്ട്. ഇത് കണ്ട് നല്ലൊരു ഗ്രീനറി, നല്ലൊരു നമുക്ക് ഈ സ്പ്രിങ് ടൈം ആണല്ലോ, അപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. അതൊരു ഫേമസ് ഫൗണ്ടനാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ ക്യാറ്റ്സും ഡോഗ്സിൻ്റെ ഒക്കെ ഒരു സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ട്. എനിവേയ്സ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ പോയി. ഇത് വീക്കെൻഡ് ആണല്ലോ, ഇവിടെ അടുത്തുള്ളൊരു ഫാർമേഴ്സ് മാർക്കറ്റാണ്. നല്ല ബിസി ആയിരുന്നു അവിടെ. അപ്പോൾ ഞാൻ അവിടെ കൂടെ ഇങ്ങനെ കുറേ സാധനമൊക്കെ നോക്കി നടന്നു. നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ടും ഫ്രഷ് മീറ്റും എല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കാം. നമുക്കിപ്പോൾ ഒരു വീക്കെൻഡിൽ ഇവിടെ പോയാലും നമ്മുടെ വീട്ടിലോട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. ഞാനിവിടെ ഒത്തിരി ഷോപ്പ് ചെയ്യാറുണ്ട്. മീറ്റൊന്നും അങ്ങനെ മേടിക്കാറില്ല, പക്ഷേ കുറേ ഫ്രൂട്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട് നമ്മൾ ടൊറോണ്ടോയിൽ പോകുമ്പോഴത്തേന്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ടൊക്കെ മേടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ കുറേ നേരമൊക്കെ നടന്നു കേട്ടോ. ഒരു 1.5 hours ഞാനിവിടെ തന്നെ സ്പെൻഡ് ചെയ്ത്. നല്ല രസമാണ് നടക്കാനായിട്ടും. അവിടെ തന്നെ ഇരുന്ന് നമുക്ക് കുറച്ച് ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ ആ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് പൊറ്റേറ്റോസൊക്കെ മേടിച്ചു. ഇത് ഗ്രീക്ക് ഷോപ്പാണേ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചു. പിന്നെ ഈ ചൈനീസ് ഷോപ്പിൽ വന്നിട്ട് ഒരു മീല് പോലെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ വീട്ടിലോട്ട് പോയി. കാരണം നമുക്കിതൊക്കെ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി വെക്കണമല്ലോ. വീട്ടിലോട്ടല്ല, റൂമിലോട്ട് പോയി. അങ്ങനെ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനടുത്ത് നമുക്കിവിടെ ഒരു സ്റ്റോറുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുണ്ട്, വിന്നേഴ്സും അല്ലെങ്കിൽ മാർഷൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഞാൻ ഷോപ്പ് ചെയ്തു. ഒത്തിരി സാധനങ്ങളൊന്നും മേടിച്ചില്ല, പക്ഷേ അടുത്ത സാധനങ്ങളൊക്കെ ഞാൻ നോക്കി കുറേ നേരം നടന്നു. ഇതെനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്. പിന്നെ നമ്മൾ ആ ഫൗണ്ടനിക്കൂടെ തന്നെ തിരിച്ചു വന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നേ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് വന്നിട്ട് സ്ട്രോബെറി ഒക്കെ ഒന്ന് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്ട്രോബെറിക്ക്. പിന്നെ ഞാൻ ഇതൊക്കെയാണ് മേടിച്ചത്. നമുക്ക് ആ ഷോപ്പിൽ ആ ബേക്കറിയിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കിട്ടും. ഈ പഫ്സ് പോലെ ഇരിക്കും, പക്ഷേ ഇത് സ്പിനച്ചാണ്. ഇത് സ്പിനച്ചും ഫേറ്റയും ഒക്കെ ചീസൊക്കെ വെച്ച്. പിന്നെ നമ്മുടെ ചൈനീസ് ഫുഡും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറൊരു സാധനം മേടിച്ചത് ബീഫ് പാറ്റീസ്. ഇത് ജമൈക്കൻ ബീഫ് പാറ്റീസ് എന്ന് പറയും. സ്പൈസി ഉണ്ടായിരുന്നു, അത്ര വലിയ സ്പൈസി അല്ലാത്തതുകൊണ്ടായിരുന്നു. ഇപ്പം ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനടുത്ത് നമുക്കൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയും പുറത്തോട്ട് പോകാനുണ്ട്. കാരണം എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കൂടെ നടന്നു പോയപ്പോഴത്തേനും ഇവിടെ കുറച്ച് പ്രൊട്ടസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റാണ് ഇവിടുത്തെ ഒക്കെ. അങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്നു 25 മിനിറ്റ്സൊക്കെ നടന്ന് ഞാനിവിടെ ഈ സലൂണിൽ എത്തിയിട്ടുണ്ട്. എനിക്കിന്നൊരു നെയിൽ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ മാനിക്യൂറും പെഡിക്യൂറും. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ നെയിൽസൊക്കെ ഒന്ന് എല്ലാം ശരിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പതുക്കെ നടന്ന് എൻ്റെ റൂമിലോട്ട് തന്നെ പോയി. കാരണം ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ആയിരുന്നേ. ഇത് കുറേ നേരം ഒരു 1.5 hours 2 hours ഒക്കെ എടുക്കും നമുക്ക് ഈ നെയിൽ അപ്പോയിൻമെൻറ്റൊക്കെ കഴിയുമ്പോഴത്തേന്. അങ്ങനെ ഇവിടെ ഒരു ഐസ്ക്രീം ട്രക്കൊക്കെ കിടക്കുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റൂമിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ
ഓർത്ത് ഇവിടെ ഒരു ഐക്കിയ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഐക്കിയയിലൊക്കെ പോയി എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന്. ഒന്നും ഞാൻ മേടിച്ചില്ല. നിങ്ങൾക്ക് ഐക്കിയ അറിയാമല്ലോ, നമുക്കിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തന്നെ നമ്മൾ തന്നെ അസംബിൾ ചെയ്യണം. ഇതിനൊക്കെയുള്ളൊരു മടി കാരണം വെറുതെ നോക്കി കുറച്ച് നേരമൊക്കെ നടന്നു. അതിനകത്തൂടെ നമുക്ക് എല്ലാ സെറ്റപ്പും അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് കാണാം, നമ്മൾ ഈ വിഷ്വലൈസ് ചെയ്യാം നമ്മുടെ സാധനങ്ങളൊക്കെ എങ്ങനെ ഇരിക്കും നമ്മളിതൊക്കെ മേടിച്ചാൽ. കുറേ ഐഡിയാസൊക്കെ ഉണ്ട്. അപ്പോഴത്തേന് അതൊക്കെ ഞാൻ കുറേ നേരമൊക്കെ നോക്കി. ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും മടുത്തു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ഇത് ഈ ലാമ്പ് കൊണ്ട് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടേ. പക്ഷേ ഇത് ഞാനവിടുത്തെ ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബൾബൊന്നും കുറച്ച് നാൾ കഴിയുമ്പോൾ വർക്കാതെ വന്നാൽ പിന്നെ ഈ ബൾബ് മേടിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ ഞാൻ ഈ കുഞ്ഞു സാധനം മേടിച്ചു, ഈ നമ്മുടെ ഈ അവർ ഗ്ലാസ് പോലത്തെ. അത് ഇത്ര മിനിറ്റാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അവർ ഗ്ലാസ്സിൻ്റെ, കാരണം ഇത് ഭയങ്കര ചെറുതായിട്ടുള്ളൊരു അവർ ഗ്ലാസ്സാണേ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്യൂ മിനിറ്റ്സ് അതുള്ളായിരിക്കുള്ളൂ. എനിവേ, അപ്പോൾ തന്നെ ഞാനതൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെയൊക്കെ നോക്കി എല്ലാ സാധനങ്ങളൊക്കെ നോക്കി നടന്നേ. നല്ല രസമുണ്ടായിരുന്നു എല്ലാ സെറ്റപ്പും കാണാനായിട്ട്. കുറേ ബേബി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഈ പാൻറ്റയൊക്കെ എൻ്റെ ഒരു ഫേവറേറ്റ്. എനിക്കും ഇങ്ങനത്തെ ഒരു പാൻറ്റയുണ്ട് ഒക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ നോക്കി കുറേ നേരം നടന്നു. അത് കഴിഞ്ഞിട്ട് റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളിന്ന് നേരത്തെ മേടിച്ച് ചൈനീസ് ഫുഡില്ലേ അതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് നേരം കഴിച്ചു. കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് ഡേയിലോട്ടൂടെ എടുത്ത് വെച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേന് ഞാൻ ടൊറോണ്ടോ ഡൗൺ ടൗണിൽ ഒന്നുകൂടി ഒന്ന് പോയി കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ.